ആ, പ്രിയമുള്ളവരെ, നിങ്ങളെ പോലെ ഈ വാർദ്ധക്യ അഥവാ റിട്ടയർഡ് ടൈം എൻജോയ് ചെയ്യുക. അത് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറുപ്പ് അടിച്ചേച്ച് വലിയ ഇതുമൊക്കെ കൂട്ടി ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക അല്ല. കൊച്ചു പെൺപിള്ളേരെ ലൈനടിച്ച് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നടക്കുന്ന ഉള്ളു നടക്കാനല്ല എൻ്റെ ഇഷ്ടം. എനിക്ക് സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ജോലികളൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മുടെ അമ്പലങ്ങളിലെ ഒഴിഞ്ഞ ഒരു കോണിൽ നിന്ന് അല്ലെങ്കിൽ കളിത്തെട്ടിലിരുന്ന് നാട്ടുകാര്യങ്ങളൊക്കെ വീക്ഷിക്കുക. ആ പ്രദേശത്ത് വരുന്ന കാര്യങ്ങൾ, അമ്പലത്തിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ കാര്യങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീക്ഷിക്കുക. അങ്ങനെ പിന്നെ കുറച്ച് രാവിലെ ഒന്ന് നടക്കുക, അല്പം ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. പിന്നീടെന്ന് പറയുന്നത് പറമ്പിലെന്തെങ്കിലും ഒക്കെ കൃഷി സംബന്ധമായിട്ടുള്ളത് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ. പിന്നെ വല്ലപ്പോഴും നല്ല കല്യാണം ഉണ്ടെങ്കിൽ അവിടെ പോയി അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുക, അതിൽ പങ്കെടുക്കുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക. പിന്നെ എന്ന് പറയുന്നത് കൂട്ടുകാരെ കാണുമ്പോൾ അവരുമായിട്ട് കുറേ നേരം ലാത്തി പറഞ്ഞിരിക്കുക. അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ഇതുണ്ട്. പിന്നെ പഴയ കടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെന്ന് പറയുന്നത് ഈ ട്രാവലിങ്, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതുക, നല്ല പാട്ടെഴുതുക. പിന്നെ പുസ്തകം എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിത ചരിത്രവും അതുപോലെ തന്നെ എൻ്റെ ഒന്നും കൂടെ ഓട്ടോബയോഗ്രഫിയും, അതുപോലെ തന്നെ എൻ്റെ സർവീസ് മാറ്റേഴ്സ് ഒക്കെ അതിൻ്റെ അകത്ത്. അപ്പോൾ സർവീസ് മാറ്റേഴ്സ് ഒത്തിരി പൊട്ടിച്ചിരിക്കേണ്ട കഥകളും ഞാൻ ഓരോരോ കാര്യങ്ങൾ അതിൽ ഇടപെട്ടപ്പോഴുണ്ടായ കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ എനിക്ക് മറ്റ് കാര്യങ്ങളൊന്നുമല്ല. ഇന്നും ചിലരൊക്കെ എന്നോട് മിണ്ടാൻ ശ്രമിക്കാറില്ല. കാരണം പഴയ ഗവൺമെൻറ്റിൻ്റെ കീഴ്ശാസനകൾ കൈപ്പറ്റിയിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവർ. ഇനി മാറാൻ ഒത്തിരി സമയം എടുക്കുക. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്കതിനൊന്നും അല്ല കാര്യം. നമ്മൾ നമ്മുടെ ജീവിതവുമായി പോവുകയാണ്. ഇനിയിപ്പോൾ അവർ തേടി ഞാൻ ആരാനും മുന്തിരിത്തോപ്പുകൾ തപ്പിപ്പോയി. ഞാൻ ഏറ്റവും കൊച്ചിലെ ഞാൻ അങ്ങോട്ട് പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിക്ക് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന കൂട്ട് ഈ പാർവതിയൊക്കെയാണെങ്കിൽ എൻ്റെ സെയിം പ്രായക്കാരും ഒക്കെ ഞങ്ങളുടെ നാട്ടുകാരുമാണ്. അങ്ങനെയൊക്കെ ഉള്ള പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തേടിയൊന്നും പോകാനൊക്കെ ഇല്ല. നമ്മൾ പ്രായമായി. ഇനിയിപ്പം കൂടി വന്നാലൊരു 10 അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ലോകം വിട്ടുപോകും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? നമ്മൾ ഇതൊക്കെ വിട്ട് എറിഞ്ഞ് നമ്മൾ ഏകയായിട്ടാണ് വന്നത്. നമ്മൾ ആരെയും കൊണ്ട് നമ്മൾ പോകേണ്ടടുത്ത് പോവുകയില്ല. ഇന്നല്ല നമുക്ക് വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾ 50 വയസ്സ് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്ക് വരേണ്ട രോഗങ്ങളൊക്കെ വരും. അതുപോലെയാണ് ശ്രീലേഖ IPS പറഞ്ഞത്. പുള്ളിക്കാരത്തി എന്നെക്കാട്ടിലൊക്കെ മൂത്തതാണ്. ഞാൻ 84 വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി IAS ഒക്കെ പാസ്സായി വലിയ ആളായി വന്നതാണ്. നമ്മളെ ഗണേഷ് കുമാറിന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് കേരളത്തിന് തന്നെ നാണക്കേടാന്ന് എനിക്ക് തോന്നി. അത് നല്ല മാടാണ്, എന്ത് സുന്ദരിയായ മാടം. ആ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത് കേരളത്തിലെ 2ാമത്തെ IPS ഓഫീസറാണ്. ആ പുള്ളി കോട്ടയത്തോ അങ്ങാണ്ട് വന്ന് ചാർജ് എടുത്തപ്പോഴത്തേക്ക് എന്ത് രസം. ഞാനന്നേരം ഈ വനിതയ്ക്ക്
ഈ ഇൻ്റർവ്യൂ എടുത്ത് ഞാൻ വനിത വാങ്ങിച്ച അന്ന് അമ്മയോട് അപ്പോൾ വനിത വാങ്ങണമെങ്കിൽ അന്ന് പൈസ കൂടുതൽ. അന്നേരം അമ്മയുമായിട്ട് വഴക്കിട്ട് ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു ഇതേ ഞാൻ വാങ്ങാം. അമ്മ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, അമ്മ എങ്ങനെയാലും എനിക്കതൊന്ന് അത് അവരുടെ IAS ദിനങ്ങളൊക്കെ വാങ്ങിച്ച നമുക്ക് പരീക്ഷയ്ക്കൊക്കെ നല്ല ലെവലിൽ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമുക്ക് നല്ല നിലയിലൊക്കെ അങ്ങനെ കുറേ ഡയലോഗൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അമ്മ സമ്മതിച്ചു. എന്നാൽ മക്കൾ രണ്ടുപേരും കൂടെ ഞാനും എൻ്റെ ഇളയ പെങ്ങളും കൂടെ കുറേ ഡയലോഗ് കാച്ചിയപ്പോഴാണ് അമ്മ അത് സമ്മതിച്ച്. അങ്ങനെ ഒരു 5 രൂപ എടുത്ത് തന്ന് അങ്ങനെ കൊണ്ടുപോയി വാങ്ങിച്ച ഒരു വനിത വാങ്ങിച്ച് ആദ്യമായിട്ട് ഞങ്ങളത് വായിക്കുകയായിരുന്നു. കിരൺ ബേദിയാണ് ആദ്യത്തെ ഡൽഹിയിലായിട്ട് അവരിങ്ങനെ ആ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ സല്യൂട്ട് കൊടുക്കുന്നതും ഒക്കെ ഡൽഹി വിറപ്പിച്ച കിരൺ ബേദിയെ IPS എന്ന ഉദ്യോഗസ്ഥയെ ഇന്ന് ആർക്കും അറിയില്ലായിരിക്കാം. പക്ഷേ അവരും വാർദ്ധക്യത്തിൻ്റെ പിടിയിലമർന്നിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ശ്രീലേഖ IPS. ഏതായാലും ഇത്രയും ആയിട്ട് ഭംഗിയായിട്ട് നടക്കുന്നല്ലോ, ഭാഗ്യം, ദൈവത്തിന് സ്തുതി പറയട്ടെ. ഇങ്ങനെ ഒത്തിരി ജന്മങ്ങളിങ്ങനെ റിട്ടയർഡ് ചെയ്ത് ആ റിട്ടയർഡിൻ്റെ കഥകളും അവരുടെ അനുഭവ കഥകളും അവർ മല്ലിട്ട ചില കുറേ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ കാലത്ത് ഉണ്ടായ ചിലർക്ക് അതൊന്നും ചിലർ ചുമ്മാതെ ഇങ്ങനെ ഇതുണ്ടായി. എന്നാലും ചിലർക്ക് വായനാശീലമുള്ളത് ഇപ്പം കണ്ടല്ലേ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല ബുദ്ധിപരമായ വായനാശീലം കൂടുന്നതിനനുസരിച്ച് ഭൗതിക മേഖലകൾ ഉയർന്നുകൊണ്ടിരിക്കും. നമ്മുടെ തലച്ചോറ് വികസിച്ചു കൊണ്ടിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരാളും വികസിക്കുകയില്ല. ഞാൻ ചങ്ങനാശ്ശേരി പഠിക്കുന്ന കാലത്ത് ഞാൻ പ്രൈവറ്റിലായിട്ട് എനിക്ക്